തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് വീണ്ടും ആശാപ്രവർത്തകർ. ആശാമാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനം ഉടൻ നടപ്പിലാക്കുമെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഇന്നലെ ആശാ സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം വ്യക്തമാക്കിയിരുന്നു. സാങ്കേതികമായ കാലതാമസം മാത്രമാണ് നിലവിലുള്ളത്. ഉടൻ തന്നെ ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രജിത്ത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, കൂടുതൽ ശക്തമായ സമര മുറകളിലേക്ക് ആശമാർ കടക്കുകയാണെന്നറിയാൻ സാധിക്കുന്നുണ്ട്. യാതൊരുവിധ പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സഹായം ഉടൻ തന്നെ ലഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസമാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ മിസോറാം ഗവർണറുമായ BJP നേതാവ് കുമ്മനം രാജശേഖരൻ ആശമാരുടെ സമരപ്പന്തലിലെത്തി സന്ദർശനം നടത്തിയത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇത്തരമൊരു ഉറപ്പ് അത് വീണ്ടും ആവർത്തിച്ച് നൽകിയത്. കേന്ദ്ര സർക്കാർ ആശമാർക്ക് നൽകുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചത്. പ്രത്യേകിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇൻസെൻറ്റീവ് വർധനയടക്കമുള്ള പ്രഖ്യാപനങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കും. സാങ്കേതികപരമായിട്ടുള്ള കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ് അത് വൈകുന്നത് എന്നുള്ളതും കുമ്മനം രാജശേഖരൻ പറഞ്ഞിരുന്നു. ഇതെന്തായാലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത അവഗണന തുടരുമ്പോഴും ഒരു തരത്തിലുള്ള പരിഗണനയും നൽകുമെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പരിഗണനയെങ്കിലും നൽകുമെന്ന് സംസ്ഥാന സർക്കാർ പറയാത്തിടത്തോളം കാലം ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് മുൻ BJP സംസ്ഥാന അധ്യക്ഷനും മുൻ മിസോറാം ഗവർണറുമായിട്ടുള്ള കുമ്മനം രാജശേഖരൻ്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസം ഈ സമരപ്പന്തലിലുണ്ടായത്. എന്തായാലും അതിലൊക്കെ വലിയ പ്രതീക്ഷകളുണ്ട് ആശമാർക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ സമരം വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് എപ്പോഴും ആശമാർ പറയുന്നത്. അവരുടെ ഒരു രാപ്പകൽ യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വരെ ഒരു യാത്ര ഉടൻ നടക്കുന്നുണ്ട്. മെയ് 1 ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന യാത്ര 5-ാം തീയതി കാസർഗോഡ് നിന്ന് കൃത്യമായി ആരംഭിക്കുന്നു. പിന്നീട് മെയ് 21 തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്. ആ യാത്രയോടുകൂടി കൂടുതൽ വലിയ രീതിയിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർക്കും പുറമെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ തീരുമാനങ്ങളോട് അല്ലെങ്കിൽ ആശമാരോടുള്ള ഈ എതിർ നിലപാടിനോട് പ്രതിഷേധമുള്ള ആളുകൾ അവർ കൃത്യമായി ഈ യാത്രയിൽ അണിനിരക്കുമെന്നുള്ളതാണ് ആശമാരുടെ നേതാക്കളൊക്കെ പറയുന്നത്. അങ്ങനെ സമരം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ 4-ാം ഘട്ടത്തിലേക്ക് ആശമാരുടെ സമരം നീങ്ങുകയാണ്. ഇപ്പോഴും സംസ്ഥാന സർക്കാർ കൃത്യമായ അവഗണന തുടരുന്നു. അതേസമയം കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ ആശമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ദേവിക. ശരി, പ്രജിത്ത്.